നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അർജുന്റെ മൃതദേഹം ശനിയാഴ്ച രാവിലെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തിക്കും. മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിനുള്ള മുഴുവൻ ചിലവും കർണാടക സർക്കാർ വഹിക്കും. KP കുഞ്ഞിക്കണ്ണന്റെ വിയോഗത്തിലൂടെ നഷ്ടമായത് മികച്ച നേതാവിനെ. കാസർഗോഡ് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. AISTEF FSETO അഖിലേന്ത്യാ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റേത് തൊഴിലാളി വിരുദ്ധ നയങ്ങളെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധ ദിനാചരണം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. A. ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു. കാലിയ റഫീഖ് വധം 4 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. ഉപ്പളയിൽ ദേശീയപാത 66 മേൽപ്പാലം കൈക്കമ്പ് വരെ നീട്ടണമെന്നാവശ്യം. ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണ വെള്ളിയാഴ്ച. വാർത്തകൾ വിശദമായി. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹം ശനിയാഴ്ച രാവിലെ വീട്ടിലെത്തിക്കും. DNA പരിശോധനാ ഫലം ലഭിച്ചാലുടൻ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച വൈകിട്ട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിനുള്ള മുഴുവൻ ചിലവും കർണാടക സർക്കാർ വഹിക്കും. മൃതദേഹവും വഹിച്ചുള്ള യാത്രയെ കർണാടക പോലീസ് അനുഗമിക്കും. ലോറി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ യാത്രയ്ക്ക് വഴിയൊരുക്കും. ഹൃദയമുലയ്ക്കുന്ന വേദന നൽകുന്നതായിരുന്നു ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്നും അർജുന്റെ ലോറി പുറത്തെടുത്ത കാഴ്ച. ഡ്രഡ്ജർ കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധർ ലോറിയുടെ ഭാഗം ഗംഗാവലി പുഴയുടെ 12 അടി താഴ്ചയിൽ നിന്നാണ് കണ്ടെത്തിയത്. അപകടം നടന്ന് 72ാം ദിവസമാണ് ലോറി കണ്ടെത്തിയത്. ലോഹഭാഗത്തിൻ്റെ സിഗ്നൽ ലഭിച്ച CP2 പോയിന്റിൽ നടത്തിയ തിരച്ചിലിലാണ് ലോറി കണ്ടെത്തിയത്. ലോറിയുടെ ക്യാബിനിൽ നിന്നും അർജുൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തപ്പോൾ വികാര നിർഭര രംഗങ്ങളാണുണ്ടായത്. ക്യാബിനിൽ നിന്നും ലഭിച്ചത് അർജുൻ്റെ ശരീരഭാഗങ്ങളാണെന്ന് ഉറപ്പിക്കുമ്പോഴും നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. DNA പരിശോധനാ ഫലത്തിലൂടെ സ്ഥിരീകരിച്ചാൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇതിനായി അർജുൻ്റെയും ശിരൂരിലുള്ള സഹോദരൻ അഭിജിത്തിൻ്റെയും DNA സാമ്പിളുകൾ മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. മംഗളൂരു ഫോറൻസിക് ലാബിലേക്ക് അയച്ച DNA സാമ്പിളുകളുടെ പരിശോധനാ ഫലം നാളെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കാർവാർ ജില്ലാ പോലീസ് മേധാവി M. നാരായണ പറഞ്ഞു. DNA പരിശോധനാ ഫലം ലഭിച്ചാലുടൻ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച വൈകിട്ട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം അർജുൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള പൂർണ്ണ ചിലവ് കർണാടക സർക്കാർ വഹിക്കുമെന്ന് കാർവാർ MLA സതീഷ് കുമാർ സെയിൽ അറിയിച്ചു. We will see that DNA test will match and there is no problem because DNA test it has to be matched because it is found inside the vehicle. Okay, it is only a procedure we have to make and immediately we'll make our ambulance from Karnataka and that ambulance will go to till Arjun's place and with the police department we will deliver the body to Arjun's family and truck this Bharat Benz will come and recover for insurance salvation. We will make our all arrangements till the house. കേരളത്തിലേക്ക് അർജുൻ്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസിനെ കർണാടക പോലീസ് അനുഗമിക്കും. ലോറി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ യാത്രയ്ക്ക് വഴിയൊരുക്കും. സമാനതകളില്ലാത്ത തിരച്ചിലാണ് അർജുനായി നടത്തിയതെന്നും മൃതദേഹം വളരെ പെട്ടെന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന നടപടികളാണ് പുരോഗമിക്കുന്നതെന്നും സ്ഥലത്തുള്ള മഞ്ചേശ്വരം MLA AKM അഷ്റഫ് പറഞ്ഞു. ജൂലൈ 16-ാം തീയതിയായിരുന്നു ദേശീയപാത 66 ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. ചായക്കടയുടെ മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത്. ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ 7 പേർ അപകടത്തിൽ മരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കരിന്തളം കക്കോലിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. കക്കോൽ പള്ളം പരിസരത്ത് കൂടി പുലി നടന്നു പോകുന്നതിന്റെ മൊബൈൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പുലിയുടെ ദൃശ്യങ്ങൾ കണ്ടതോടെ പ്രദേശവാസികൾ ആശങ്കയിലായിരിക്കുകയാണ്. സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കാനും നൈറ്റ് പട്രോളിംഗ് നടത്താനും തീരുമാനമായി. പാറ പ്രദേശമായതിനാൽ വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളും മറ്റ് അടയാളങ്ങളും കണ്ടെത്താനായില്ല. കാസർഗോഡ് കരിന്തളം കക്കോലിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം.
കക്കോൽ പള്ളം പരിസരത്തു കൂടി പുലി നടന്നു പോകുന്നത് കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൻ്റെ മൊബൈൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പുലിയുടെ ദൃശ്യങ്ങൾ കണ്ടതോടെ പ്രദേശവാസികൾ ആശങ്കയിലായിരിക്കുകയാണ്. എല്ലാം നോക്കുമ്പോൾ താഴെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു. കയറി വന്ന് ഞാൻ കുറച്ച് മുമ്പോട്ട് പോയി, എന്നെ കണ്ടിട്ടാ. എന്നിട്ട് ഞാനവിടെ എത്തി വീഡിയോ എടുത്തു. വീഡിയോ എടുക്കുമ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ വീഡിയോ കട്ടാക്കി നേരെ അങ്ങോട്ട് പോയപ്പോൾ എന്നെ കണ്ടപ്പോൾ താഴേക്ക് പോയി. സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കുവാനും നൈറ്റ് പെട്രോളിംഗ് നടത്തുവാനും തീരുമാനമായിട്ടുണ്ട്. പാറ പ്രദേശമായതിനാൽ വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളോ മറ്റു അടയാളങ്ങളോ കണ്ടെത്തുവാനായിട്ടില്ല. പുലി സാന്നിധ്യമുണ്ടോ എന്ന് ഉറപ്പിക്കുവാനായിട്ടില്ലെങ്കിലും പ്രദേശത്തെ എല്ലാവരും ജാഗ്രതയിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കെ പി കുഞ്ഞിക്കണ്ണന്റെ വിയോഗത്തിലൂടെ കാസർഗോഡിന് നഷ്ടമായത് മികച്ച നേതാവിനെ. ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ച കെ പി കുഞ്ഞിക്കണ്ണൻ മികച്ച സംഘാടകൻ കൂടിയായിരുന്നു. വാഹനാപകടത്തെ തുടർന്ന് പരിക്കേറ്റ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും ഉദുമ മുൻ MLA-യുമായ കെ പി കുഞ്ഞിക്കണ്ണന്റെ വിടവാങ്ങലിലൂടെ കാസർഗോഡിനും ഒപ്പം കോൺഗ്രസിനും നഷ്ടമായത് മികച്ച നേതാവിനെയാണ്. കഴിഞ്ഞ 7-ാം തീയതിയാണ് കുഞ്ഞിക്കണ്ണൻ സഞ്ചരിച്ച വാഹനം കണ്ണൂരിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത്. വാരിയലിന് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വടക്കൻ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്നു കെ പി കുഞ്ഞിക്കണ്ണൻ. കെ കരുണാകരൻ DIC രൂപീകരിച്ചപ്പോൾ കുഞ്ഞിക്കണ്ണനും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. സംസ്കൃത പണ്ഡിതൻ ആനിടിൽ കിഴക്കിനകത്ത് കുഞ്ഞമ്പു പൊതുവാളുടെയും കടവത്ത് പുത്തലത്ത് കുഞ്ഞങ്ങ അമ്മയുടെയും മകനായി 1949 സെപ്റ്റംബർ 9 കൈതപ്രത്ത് ജനിച്ച കെ പി കുഞ്ഞിക്കണ്ണനെ ലീഡർ കെ കരുണാകരനാണ് കോൺഗ്രസിലേക്ക് കൈപിടിച്ചുയർത്തിയത്. 1977 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. 1980 തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു. 1987 ഉദുമ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തി. കാസർഗോഡ് DCC പ്രസിഡന്റായും KPCC ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂരിൽ മത്സരിച്ചു. നാഷണൽ ഖാദി വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ്, കെ കരുണാകരൻ സ്മാരക സമിതി ട്രഷറർ, VN എരിപുരം സ്മാരക സമിതി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. രാവിലെ 10:30 മുതൽ 11:30 വരെ കണ്ണൂർ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വച്ച ശേഷം കെ പി കുഞ്ഞിക്കണ്ണന്റെ ഭൗതിക ശരീരം കാസർഗോഡ് DCC ഓഫീസിലെത്തിച്ചു. പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് കെ പി കുഞ്ഞിക്കണ്ണനെ ഒരു നോക്ക് കാണുവാനായി എത്തിയത്. തുടർന്ന് വിലാപയാത്രയായി വിവിധ സ്ഥലങ്ങളിലെ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരം പയ്യന്നൂർ ഗാന്ധി പാർക്ക്, രാത്രി കണ്ടോന്താർ കാറമേൽ പ്രിയദർശിനി മന്ദിരത്തിലും എത്തിക്കും. വെള്ളിയാഴ്ച രാവിലെ 8:30 പയ്യന്നൂർ അന്നൂരിലുള്ള വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. 11 മണിയോടെ മൂരിക്കോവൽ ശാന്തി സ്ഥല ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷനും ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷനും സംയുക്തമായി അഖിലേന്ത്യാ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റേത് തൊഴിലാളി വിരുദ്ധ നയങ്ങളെന്നാരോപിച്ച് ജില്ലാ കേന്ദ്രങ്ങളിലായിരുന്നു പ്രതിഷേധ ദിനാചരണം നടത്തിയത്. രാജ്യത്തെയും ജനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന നയങ്ങളും സിവിൽ സർവീസിനെ തകർക്കുന്ന നടപടികളും തിരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 26 അഖിലേന്ത്യാ പ്രതിഷേധ ദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി FSCTO നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിച്ചു. PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, കേരളത്തോടുള്ള സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. FSCTO സംസ്ഥാന പ്രസിഡന്റ് K. ബദറുന്നീസ ഉദ്ഘാടനം ചെയ്തു.
മാന്യമായി ജീവിക്കാൻ, അഭിമാനത്തോടു കൂടി ജോലി ചെയ്യാൻ, മനുഷ്യനായി ജീവിക്കാൻ, സമത്വപൂർണമായ ജീവിതം ഉറപ്പുവരുത്താൻ, ജീവിത നിലവാരം ഉയർത്താൻ, വിദ്യാഭ്യാസം ചെയ്യിക്കാൻ, ആരോഗ്യം നേടാൻ, മറ്റെല്ലാ അവകാശങ്ങളും ഭൂരിപക്ഷത്തിനും കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ 100%, 99%-നും ഉറപ്പുവരുത്തിയത് കേരളത്തിലെ പോരാട്ടങ്ങളാണ്, ലോകത്താകെ നടന്ന പോരാട്ടങ്ങളാണ്. അവകാശങ്ങൾ ഉള്ളവരായി തൊഴിലാളിയെ, അധ്യാപകരെ, ജീവനക്കാരെ മാറ്റിയത് എന്ന സത്യമോർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെയാണ് ചരിത്രം അറിയണ്ട എന്ന് പറയുന്നവർ പെൻഷന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുകയും ആ പെൻഷൻ തട്ടിപ്പറിച്ചവർ ആരാണെന്ന് ഓർക്കുകയും അതെങ്ങനെ തിരിച്ചു പിടിക്കാമെന്ന് ചിന്തിക്കുകയും പോരാടുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏകപോം വഴി. ജില്ലാ പ്രസിഡന്റ് കെ ഭാനുപ്രകാശ് അധ്യക്ഷനായി. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വിജയകുമാർ, വി ചന്ദ്രൻ, പവിത്രൻ, മനോജ് കുമാർ, രാജീവൻ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി കെ ഹരിദാസ് സ്വാഗതവും KV രാഘവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിൽ മാഫിയ പ്രവർത്തനം നടത്തുന്നവർക്ക് മുഖ്യമന്ത്രി സംരക്ഷണം നൽകുന്നുവെന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധം UDF കാസർഗോഡ് ജില്ലാ കൺവീനർ A. ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ UDF കാസർഗോഡ് ജില്ലാ കൺവീനർ A. ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലേക്കും അതുപോലെ തന്നെ ശശിയിലേക്കും സ്വർണ്ണക്കടത്തിന്റെയും എല്ലാം രണ്ടുപേരുടെ കേന്ദ്രങ്ങളിലേക്ക് PV Anwar എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു വർഷക്കാലമായി. പക്ഷേ മുഖ്യമന്ത്രി ഒരക്ഷരമുടിയാടിയില്ല എന്ന് മാത്രമല്ല, അതിശക്തമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഇടതുപക്ഷം UDF-ന്റെ നേതാക്കളോ ഉൾപ്പെടെ വളരെ ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ഇതിൽ പങ്കാളികളാണ് എന്ന് വിളിച്ചു പറഞ്ഞ അതേ സത്യം തന്നെയാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സെക്രട്ടേറിയറ്റ് മെമ്പറും കേരളത്തിന്റെ ഇടതുപക്ഷ MLA-യുമായ അൻവർ വിളിച്ചു പറഞ്ഞത് എന്ന് നാം കാണുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, UDF മണ്ഡലം ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ, PV കണ്ണൻ മാസ്റ്റർ, K. ശ്രീധരൻ മാസ്റ്റർ, C. രവി, K. സിന്ധു, KV ജിതേന്ദ്രൻ, KP ദിനേശൻ, M. രജീഷ് ബാബു, K. സജീവൻ, K. അശോകൻ, E. രാജേന്ദ്രൻ, EP പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന ഉപ്പള മണിമുണ്ട സ്വദേശി കാലിയ റഫീഖിനെ മംഗളൂരിൽ കൊലപ്പെടുത്തിയ കേസിൽ 4 പ്രതികളെ കോടതി വെറുതെ വിട്ടു. കുറ്റം തെളിയിക്കാനായില്ലെന്ന് കണ്ടെത്തിയാണ് ദക്ഷിണ കന്നഡ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 1 ജഡ്ജ് മല്ലികാർജുന സ്വാമി പ്രതികളെ വെറുതെ വിട്ടത്. കാലിയ റഫീഖ് വധക്കേസിലെ 1-ാം പ്രതി നൂറലി, 2-ാം പ്രതി യൂസഫ്, 5-ാം പ്രതി റഷീദ്, 6-ാം പ്രതി നജീബ് എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. 2017 ഫെബ്രുവരി 14 രാത്രിയാണ് ഉള്ളാൾ കോട്ടേക്കറിനടുത്ത് കാലിയ റഫീഖ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. ടിപ്പർ ലോറിയിലെത്തിയ കൊലപാതകികൾ റഫീഖ് സഞ്ചരിച്ചിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച റഫീഖിനെ ഈ സമയം ലോറിയിൽ നിന്ന് ചാടിയിറങ്ങിയ അക്രമി സംഘം വെടിവെച്ചു വീഴ്ത്തി. തുടർന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു എന്നാണ് കേസ്. കേസിൽ പ്രോസിക്യൂഷൻ 31 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. 68 രേഖകളാണ് കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി ദക്ഷിണ കന്നഡ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 1 ജഡ്ജ് മല്ലികാർജുന സ്വാമിയുടെ വിധിന്യായത്തിൽ പറയുന്നു. പ്രതികൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ Y. വിക്രം ഹെഗ്ഡെ, അഡ്വക്കേറ്റ് രാജേഷ് KG, അഡ്വക്കേറ്റ് അബ്ദുൽ അസീസ് എന്നിവർ ഹാജരായി. കാലിയ റഫീഖ് വധക്കേസിൽ 9 പേരാണ് പ്രതികൾ. ഇതിൽ ഡോൺ തസ്ലീം എന്ന CM മുഹ്തസീം പിന്നീട് കൊല്ലപ്പെട്ടിരുന്നു. ബാക്കിയുള്ളവർ ഇനി പിടിയിലാവാനുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പളയിൽ ദേശീയപാത 66-ലെ മേൽപ്പാലം കൈക്കമ്പ വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പ്രതിഷേധ ധർണ നടത്തും. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉപ്പളയിൽ ദേശീയപാത 66-ലെ മേൽപ്പാലം കൈക്കമ്പ വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് സെപ്റ്റംബർ 27 ഉപ്പള ടൗണിൽ വെച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്യുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
നിലവിൽ 210 മീറ്റർ നീളമുള്ള ഫ്ലൈ ഓവർ കൈക്കമ്പ വരെ നീട്ടിയാൽ മാത്രമേ ഉപ്പള ടൗണിന്റെ വികസനം സാധ്യമാകൂവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിവിധ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും പ്രായോഗികമായ പരിഹാരമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 27-ാം തീയതി രാവിലെ 10 മണിക്ക് ഉപ്പള ടൗണിൽ ഫ്ലൈ ഓവർ നീളം കൈക്കമ്പ വരെ കൂട്ടുക. അതോടൊപ്പം ഇപ്പോൾ നിലവിലുള്ള ഈ ബ്ലോക്കിന് ശാശ്വതമായ പരിഹാരം അത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് സാധിക്കുന്ന കാര്യമാണ്. കാരണം ബസ് അസോസിയേഷനുമായി ചർച്ച നടത്തി ആ ഒരു കൃത്യമായ നിർദ്ദേശം പാലിച്ചാൽ ഉപ്പളയിലെ ബസ്സുകൾ കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ തോന്നിയാസം പോലെ നിർത്തുന്നത് ഒഴിവാക്കാൻ പറ്റും. ഓട്ടോ സ്റ്റാൻഡുകൾ നമ്മളെവിടെയും കണ്ടതല്ല. കാരണം റോഡിൻ്റെ സൈഡ് ഓട്ടോ സ്റ്റാൻഡുകൾ പാർക്ക് ചെയ്യുന്നത് ഇത് ഉപ്പള ടൗണിൽ മാത്രം കാണുന്ന സ്ഥലം. എവിടെയെങ്കിലും കുറച്ച് സ്ഥലം സ്പേസ് ബാക്കിയുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, തൊഴിലാളികൾ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത് അംഗവും ഉപ്പള ഫ്ലൈ ഓവർ ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ, കൺവീനർ മുഷ്താഖ് ഉപ്പള, വൈസ് ചെയർമാൻ അബ്ദുൾ റഹ്മാൻ UK, മുസ്തഫ ഉപ്പള, സന്ദീപ് മോഹൻ ഫാബ്രിക്സ്, ആഷാഫ് ബജാജ് അലിയൻസ് ഉപ്പള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് ധർണ നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് ധർണ നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ കൊള്ളയടിക്കുന്നതിന് CPM സംസ്ഥാന തലത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സഹകരണ മേഖലയെ ദുർബലപ്പെടുത്തുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന സഹകരണ മേഖലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ ജീവനക്കാർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ സഹകരണം എന്ന് പറയുന്ന ഈ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്കും കോപ്പറേറ്റീവ് നിയമങ്ങൾക്കും സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി രാജ്യവ്യാപകമായി പ്രോത്സാഹനം കൊടുത്ത ആള് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. നെഹ്റു സ്വപ്നം കണ്ടതും ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലാ പ്രദേശത്തെയും സാധാരണ ജനങ്ങൾക്ക് അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും ലളിതമായ ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് സഹകരണ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. ഇന്ന് സഹകരണ പ്രസ്ഥാനം ലോകത്തിന് മാതൃകയാകുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായി വളർന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആര് പഠനം നടത്തിയാൽ കേരളമാണെന്ന് പറയും. ജില്ലാ പ്രസിഡന്റ് PK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ, സഹകരണ ജനാധിപത്യവേദി ജില്ലാ ചെയർമാൻ K നീലകണ്ഠൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. KCEF നേതാക്കളായ K ശശി, CE ജയൻ, PK പ്രകാശ് കുമാർ, M പുരുഷോത്തമൻ നായർ, സുജിത് പുതുക്കൈ, M ലത, G മധുസൂദനൻ, MS പുഷ്പലത, M അബ്ദുള്ള, K നാരായണൻ നായർ, OV രതീഷ്, U പ്രശാന്ത് കുമാർ, ബെന്നി ഫ്രാൻസിസ്, M അബ്ദുള്ള, M സുനിത, P വിനോദ് കുമാർ, KP ജയദേവൻ, A സുധീഷ് കുമാർ, C ശശി, K നാഗവേണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാവണീശ്വരം സ്കൂളിനെ മനോഹരമാക്കി ചെണ്ടുമല്ലിപ്പൂക്കൾ. സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നട്ട ചെണ്ടുമല്ലികളാണ് നിലവിൽ സ്കൂളിന്റെ പ്രധാന ആകർഷണം. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ നാട്ടുകാരുടെ സെൽഫി പോയിന്റായി മാറിയിരിക്കുകയാണ്. സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നട്ട ചെണ്ടുമല്ലികൾ വിരിയാൻ അല്പം സമയമെടുത്തതാണ് ഓണാവധിയിൽ നാട്ടിലെത്തിയവർക്കും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഒത്തുചേരലിനെത്തിയവർക്കും സന്തോഷമേകിയത്. 200ഓളം മഞ്ഞയും ഓറഞ്ച് നിറവുമുള്ള ചെണ്ടുമല്ലി ചെടികളാണ് സ്കൂൾ ഉദ്യാനത്തെ മനോഹരമാക്കി തീർക്കുന്നത്. പൂക്കൾക്കൊപ്പം തേൻ നുകരാനെത്തുന്ന പൂമ്പാറ്റകളും ഉദ്യാനത്തിന്റെ പ്രധാന ആകർഷണമാണ്. NSSന്റെ ഈ വർഷത്തെ ഹരിതഭൂമി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ NSS യൂണിറ്റ് ഇങ്ങനെ ഒരു ചെണ്ടുമല്ലിക പൂന്തോട്ടം ഒരുക്കിയത്. വളണ്ടിയർമാരുടെ വളരെ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെ ഒരു പൂന്തോട്ടം ഇവിടെ ഉണ്ടായി. ഓണം വെക്കേഷനിൽ പോലും വളണ്ടിയേഴ്സ് വന്ന് ഇതിനെ പരിപാലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ PTA മെമ്പേഴ്സിൻ്റെയും അധ്യാപകരുടെയൊക്കെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് ഇങ്ങനൊരു പൂന്തോട്ടം ഒരുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. രാവണീശ്വരം സ്കൂളിൽ ഇപ്പോൾ ആൾക്കാരുടെ ഒരു മേളാണ്. കാരണം ഇവിടെ വിരിഞ്ഞിരിക്കുന്ന ഈ മനോഹരമായ ചെണ്ടുമല്ലി കാണാൻ വേണ്ടിയിട്ട് പൂർവ്വ വിദ്യാർത്ഥികളായാലും നാട്ടുകാരായാലും വന്നുകൊണ്ടിരിക്കുകയാണ്.
വിദ്യാലയം എന്ന് പറയുന്നത് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരിടമാണ്. കുട്ടികൾക്കായാലും അധ്യാപകർക്കായാലും നാട്ടുകാർക്കായാലും വളരെ കാണാൻ ഭംഗിയുള്ള ധാരാളം ചെണ്ടുമല്ലികൾ ഇവിടെ വിരിഞ്ഞിട്ടുണ്ട്. NSSൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇവിടെ നടത്തിയിരിക്കുന്നത്. പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ, NSS പ്രോഗ്രാം ഓഫീസർ കെ രാജി, അധ്യാപകനായ സി അനീഷ് എന്നിവർ ചെണ്ടുമല്ലിയുടെ പരിപാലനത്തിന് നേതൃത്വം നൽകി വരുന്നു. PTA, SMC, MPTA എന്നിവയുടെ സഹകരണവും ഈ പ്രവർത്തനത്തിനുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചൈനയിലെ ക്വിൻഘാഡോയിൽ സമാപിച്ച ഏഷ്യൻ ബീച്ച് സെബക് താക്രോ അണ്ടർ 23 ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ ദേശീയ ടീം അംഗമായ വലിയപറമ്പിലെ തീർത്ഥാരാമനും പരിശീലകൻ തൃക്കരിപ്പൂർ ചെറുകാനത്തെ KV ബാബുവിനും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കാസർഗോഡ് ജില്ലാ സെപക് താക്രോ അസോസിയേഷനും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും KGM സ്പോർട്സ് ക്ലബ്ബും ചേർന്നാണ് വരവേൽപ്പ് നൽകിയത്. അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിൽ തായ്വാൻ ടീമുമായുള്ള കലാശപ്പോരാട്ടത്തിൽ ഒത്തിണക്കമുള്ള മികച്ച പ്രകടനം നടത്തിയാണ് ഇന്ത്യൻ ടീം വെള്ളി മെഡൽ നേടിയത്. ചാമ്പ്യൻഷിപ്പിൽ വിവിധ മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ ടീമിൽ തീർത്ഥാരാമൻ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുകയും ചെയ്തു. സെപക് താക്രോ രംഗത്ത് ചാമ്പ്യൻഷിപ്പുകളിൽ തീർത്ഥ തിളക്കം കാട്ടി. ദേശീയ ടീമിൽ തീർത്ഥയ്ക്ക് ഇടം നേടിക്കൊടുത്തത് ഈ രംഗത്ത് സമർപ്പിതമായതിന്റെ അംഗീകാരമായിരുന്നു. 10ൽ പരം ദേശീയ മത്സരങ്ങളിൽ ഈ യുവതാരം പങ്കെടുത്തിട്ടുണ്ട്. ഗോവയിൽ നടത്തിയ കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ നായികയായിരുന്നു. പയ്യന്നൂർ കോളേജിൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് തീർത്ഥ. ഇന്ത്യയ്ക്കായി അന്താരാഷ്ട്ര നേട്ടവുമായി നാട്ടിലെത്തിയ തീർത്ഥാരാമനെയും പരിശീലകൻ KV ബാബുവിനെയും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ നിരവധി കായിക പ്രേമികളും സംഘാടകരും എത്തിയിരുന്നു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. TV ബാലൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്യാമള, സെപക് താക്രോ അസോസിയേഷൻ സംസ്ഥാന നോമിനി K മധുസൂദനൻ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K അനിൽകുമാർ, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ EK മല്ലിക, ഖാദർ പാണ്ഡ്യാല, K മനോഹരൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് PP അശോകൻ, K അജിത, EK ഷാജി, മധു കൊളങ്ങര, C കുമാരൻ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രമായ കുണിയ IAS അക്കാദമി ദേശീയ നിലവാരത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി അടുത്ത അധ്യയന വർഷം വിവിധ നൂതന പദ്ധതികൾ ആരംഭിക്കുന്നതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്വകാര്യ സർവകലാശാല ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിവിധ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 2000ഓളം വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യം തയ്യാറായി വരുന്നു. നാനോ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആസ്ട്രോഫിസിക്സ്, റോബോട്ടിക്സ്, സൈബർ സുരക്ഷ, ഡാറ്റാ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവ ആരംഭിക്കാൻ നടപടികൾ എടുത്തുവരുന്നു. മറ്റനേകം ന്യൂ ജനറേഷൻ പ്രോഗ്രാമുകളും ഒരുങ്ങുന്നതായി അധികൃതർ അറിയിച്ചു. കുണിയ എൻട്രൻസ് അക്കാദമി, ഇൻഡസ്ട്രിയൽ പാർക്ക്, കുണിയ കോളേജ് ഓഫ് ലോ, കുണിയ കോളേജ് ഓഫ് നഴ്സിംഗ്, കുണിയ കോളേജ് ഓഫ് ഫാർമസി തുടങ്ങിയ വിവിധ പദ്ധതികൾ അടുത്ത അധ്യയന വർഷം തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നതായും അധികൃതർ കൂട്ടിച്ചേർത്തു. കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ KM ട്രസ്റ്റ് has initiated to establish a Kunia International University in Kunia. And already the required physical infrastructure of more than 12 lakh square foot construction is already there. And the other preparations are also there to establish university. And KM Trust has submitted as a sponsoring body the detailed project report to the government of Kerala. And I personally feel that this is going to be a transformation of not only Kasaragod but this part of Malhar area, where world-class facilities and world-class higher education is intended to be imparted with the affordable cost. And aim of our chairman Ibrahim Ali sir is not to earn money, but it's a non-profit organization. So he is not intending to earn, but he intending to give to the society a quality education. ട്രസ്റ്റി അഹമ്മദ് സാഹിൽ ഇബ്രാഹിം, ഷംസാദ് അഹമ്മദ്, അബ്ദുൽ നസീർ ആറ്റുവത്തിൽ, നിസാർ TA, ചീഫ് അക്കാദമിക് അഡ്വൈസർ സുധീർ ഗവാനി, ഹെഡ് ഓഫ് യൂണിവേഴ്സിറ്റി പാർട്ട്ണർഷിപ്പ് മൈക്ക് MC ഡെർമോട്ട്, സീനിയർ പാർട്ട്ണർഷിപ്പ് ഓഫീസർ വില്യം ലിഷ്മാൻ, അക്കാദമിക് ഡയറക്ടർ ഇഹ്യ KV, പ്രിൻസിപ്പൽ ഫായിസ് അബ്ദുള്ള K, അഡ്മിനിസ്ട്രേറ്റർ അനസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഞ്ചേശ്വരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. KPCC സെക്രട്ടറി സുബ്ബയ്യ റായ് ഉദ്ഘാടനം ചെയ്തു. മാഫിയകളെ നേരിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക, ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് മഞ്ചേശ്വരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. KPCC സെക്രട്ടറി സുബ്ബയ്യ റായ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടതു സർക്കാർ സംസ്ഥാനത്ത് ദുരന്തം എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും നിരുത്തരവാദപരമായ ഈ സർക്കാർ ചരിത്രത്തിൽ ഇന്ത്യയിലെ അവസാനത്തെ ഇടതുപക്ഷ സർക്കാരായി പരിഗണിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് DMK അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഹർഷാദ് വർക്കാടി, കമലാക്ഷി, ശാന്ത R നായിക്, ഖലീൽ ബജാൽ, മൻസൂർ BM, ഫ്രാൻസിസ് ഡിസൂസ, മുഹമ്മദ് മജൽ, K സദാശിവ, പുരുഷോത്തമ അരിബൈൽ, ദാമോദര മാസ്റ്റർ, ബാബു ബന്ദിയോട്, ജഗദീഷ് മൂടബൈലു തുടങ്ങി നിരവധി നേതാക്കൾ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് ജില്ലാ സെക്യൂരിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ് വർക്കേഴ്സ് യൂണിയൻ ലേബർ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പ്രൈവറ്റ് സെക്യൂരിറ്റി ആൻഡ് അലൈഡ് വർക്കേഴ്സ് യൂണിയന്റെ അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ സെക്യൂരിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ് വർക്കേഴ്സ് യൂണിയൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലേബർ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K സുഗജൻ അധ്യക്ഷനായി. KV രാഘവൻ, MV ശ്രീധരൻ, TV രാമകൃഷ്ണൻ, സുജാത, MK വിജയകുമാർ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി തെരുവത്ത് നാരായണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക പരിസ്ഥിതി ആരോഗ്യ ദിനാചരണം, ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും പെരിയയിൽ നടന്നു. പാരിസ്ഥിതിക ആശങ്കകളും മനുഷ്യന്റെ ആരോഗ്യവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആരോഗ്യത്തെയും ജീവിത നിലവാരത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്നത് എടുത്തു കാണിക്കുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 26 ലോക പരിസ്ഥിതി ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, വിഭവങ്ങളുടെ ശോഷണം എന്നിവയെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കകൾ കണക്കിലെടുത്ത് പരിസ്ഥിതിയും മനുഷ്യന്റെ ആരോഗ്യവും സംരക്ഷിക്കുന്നതിനുള്ള സമർപ്പണം വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന അവസരം കൂടിയാണ് ലോക പരിസ്ഥിതി ആരോഗ്യ ദിനം. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം പെരിയ ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നടന്നു. ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പുല്ലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ സന്തോഷ് B മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പാൾ ഡോക്ടർ K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M ചന്ദ്രൻ, പങ്കജ് ഐക്കോമത്ത്, പ്രശാന്ത് NP എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ DG രമേശ് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ MV അശോകൻ നന്ദിയും പറഞ്ഞു. കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ K ഏകലോകം ഏകാരോഗ്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കൗമാരവും പോഷകാഹാരവും എന്ന വിഷയത്തിൽ ജില്ലാ ആശുപത്രി ഡയറ്റീഷ്യൻ ശ്രുതി K ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർജുന്റെ മൃതദേഹം ശനിയാഴ്ച രാവിലെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തിക്കും. മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിനുള്ള മുഴുവൻ ചിലവും കർണാടക സർക്കാർ വഹിക്കും. KP കുഞ്ഞിക്കണ്ണന്റെ വിയോഗത്തിലൂടെ നഷ്ടമായത് മികച്ച നേതാവിനെ. കാസർഗോഡ് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ 100 കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. AISTEF FSETO അഖിലേന്ത്യാ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റേത് തൊഴിലാളി വിരുദ്ധ നയങ്ങളെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധ ദിനാചരണം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. A ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു. കാലിയ റഫീഖ് വധം, 4 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. ഉപ്പളയിൽ ദേശീയപാത 66 മേൽപ്പാലം കൈക്കമ്പ് വരെ നീട്ടണമെന്നാവശ്യം. ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണ വെള്ളിയാഴ്ച. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.